ലയണൽ മെസ്സി കെട്ടിപ്പടുത്ത ആ മാന്യതയുടെ മുഖം ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്നു വീണു. 2026 ലോകകപ്പിന് ശേഷം മൈതാനത്ത് നടന്നത് വെറുമൊരു തോൽവി മാത്രമല്ല, കളിക്കളത്തെ യുദ്ധക്കളമാക്കിയ അർജന്റീന താരങ്ങളുടെ കയ്യാങ്കളിയാണ്. അർജന്റീനൻ താരങ്ങൾക്ക് പ്രീമിയർ ലീഗിൽ വിലക്ക് ലഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫുട്ബോൾ ചരിത്രത്തിലെ വിവാദ നായകന്മാരുടെ ടീമാണ് അർജന്റീന. കളത്തിനകത്തും പുറത്തും പലതവണ അർജന്റീനൻ താരങ്ങൾ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട്. മറഡോണയുടെ ദൈവത്തിന്റെ കൈയുൾപ്പെടെ ആരാധക ഹൃദയങ്ങളിൽ മുറിവേൽപ്പിച്ച പലതും അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ കാണാനാവും. എന്നാൽ ലയണൽ മെസ്സിയുടെ വരവോടെ ഈ ചിത്രം പതിയെ മാറി. കോടിക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച മെസ്സി മാന്ത്രികതയ്ക്ക് കീഴിൽ അർജന്റീനയുടെ പഴയ ചീത്തപ്പേര് ആരാധകർ പതിയെ മറന്നു. കളത്തിനകത്തും മാന്യതയുടെ പ്രതിരൂപമായി തന്നെയാണ് ആരാധകർ മെസ്സിയെ കാണുന്നത്. എന്നാൽ ഫിഫ ലോകകപ്പ് 2026 കൊടിയിറങ്ങുമ്പോൾ വീണ്ടും വിവാദങ്ങളുടെ തീച്ചൂളയിലേക്ക് അർജന്റീന ടീം വീണിരിക്കുകയാണ്. സ്പെയിനെതിരായ ഫൈനലിൽ അർജന്റീന താരങ്ങൾ നടത്തിയ ഫൗളുകളും മത്സരശേഷമുണ്ടായ കയ്യാങ്കളിയുമെല്ലാം അർജന്റീനയെ വെറുക്കപ്പെട്ടവരുടെ നിരയാക്കി വീണ്ടും മാറ്റുകയാണ്. സ്പാനിഷ് ടീം കളിച്ചു നേടിയ ആ വിശ്വകിരീടം അവരുടെ കയ്യിലേക്ക് എത്തവേ പുറംതിരിഞ്ഞു നിന്ന അർജന്റീനയുടെ സംസ്കാരത്തെ എത്ര തന്നെ ന്യായീകരിച്ചാലും മറക്കാനാവില്ല. അർജന്റീനയെ ചിത്രത്തിലേ ഇല്ലാതാക്കി സ്പെയിൻ ജയിച്ചത് അവരെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പ്. എന്നാൽ ലയണൽ മെസ്സിയെ പോലും നിഷ്പ്രഭമാക്കി ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിൻ ജയിച്ചതോടെ ആർപ്പ് വിളിച്ചാണ് താരങ്ങളെല്ലാം മൈതാനത്തിലേക്ക് എത്തിയത്. ജയത്തെ പോലെ തന്നെ തോൽവി അംഗീകരിക്കുന്നത് മാന്യമായ ശൈലിയാണ്. എന്നാൽ 2022 ലോകകപ്പ് ജേതാക്കളായ അർജന്റീനക്ക് 4 വർഷങ്ങൾക്കിപ്പുറം ഫൈനൽ തോൽവി നേരിടേണ്ടി വന്നപ്പോൾ ഈ മാന്യത മറക്കേണ്ടി വന്നു. സ്പാനിഷ് മിഡ്ഫീൽഡറായ റോഡ്രിയെ അർജന്റീനയുടെ റൈറ്റ് ബാക്ക് നഹുവൽ മൊളീന മർദ്ദിച്ചതോടെയാണ് കൂട്ടയടിക്ക് തുടക്കമാവുന്നത്. റോഡ്രി ഓടുന്നതിനിടെ മൊളീന താരത്തിന്റെ നെഞ്ചിലടിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് മറ്റ് സ്പാനിഷ് താരങ്ങൾ എത്തിയതോടെ തർക്കം മൂത്തു. എറിക് ഗാർസിയ പ്രശ്ന പരിഹാരത്തിന് ഇടപെടുന്നതിനിടെയാണ് പരഡേസ് ഗാർസിയയെ മർദ്ദിച്ചത്. ഇത് ചോദ്യം ചെയ്യാനെത്തിയ ഗാവിയെയും പരഡേസ് കായികപരമായി നേരിട്ടു. പിന്നാലെ പരിശീലകരടക്കം രംഗത്തെത്തിയാണ് ഇരു ടീമിന്റെയും താരങ്ങളെ പിന്തിരിപ്പിച്ചത്. അർജന്റീനൻ താരങ്ങൾ മാന്യത മറന്ന നിമിഷങ്ങൾ കാണുമ്പോഴും മൂകമായി ലയണൽ മെസ്സി ഇതെല്ലാം കണ്ട് മാറി നിന്നുവെന്നതാണ് ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും അർജന്റീന തോൽവിയിൽ ഇത്രത്തോളം പ്രകോപിതരാകേണ്ടിയിരുന്നില്ലെന്നാണ് സ്വന്തം ആരാധകരടക്കം പറയുന്നത്. ഇപ്പോൾ വലിയ തിരിച്ചടികൾ അർജന്റീനയുടെ താരങ്ങളെ കാത്തിരിക്കുകയാണ്. അർജന്റീനയുടെ താരങ്ങളുടെ വിസ റദ്ദാക്കാൻ അമേരിക്ക ആലോചിക്കുന്നതിനുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. എന്നാൽ ഇതിനുള്ള സാധ്യതകൾ കുറവാണ്. വിവാദപരമായ ബാൻ ഉയർത്തിയിട്ടും എതിർ ടീമുകൾ പരാതികൾ നൽകിയിട്ടും അർജന്റീനയ്ക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ടോ ഫിഫയും മടിച്ചു. ഇത്തവണ അർജന്റീന കമ്മിറ്റി ടീമാണെന്ന ആക്ഷേപം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അർജന്റീനയുടെ തോൽവി ഇത്രമേൽ ആഘോഷിക്കപ്പെട്ടത്. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ തെക്കൻ അറ്റ്ലാന്റിക് ദ്വീപുകളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള തർക്കത്തിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഇത്തവണ സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചതിന് പിന്നാലെ തെക്കൻ അറ്റ്ലാന്റിക് ദ്വീപുകൾ ഞങ്ങളുടേതാണെന്ന തരത്തിൽ അർജന്റീന ബാനർ ഉയർത്തിയിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇപ്പോൾ അർജന്റീന താരങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിലക്കേർപ്പെടുത്തുമെന്ന അഭ്യൂഹവും ശക്തമാണ്. മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ക്രിസ്റ്റ്യൻ റൊമോറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, എമിലിയാനോ മാർട്ടിനസ് എന്നിവരെല്ലാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്നവരാണ്. ഇവർക്കെല്ലാം വിലക്ക് വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലെന്ന് തന്നെ കരുതാം. എന്തായാലും അർജന്റീനയ്ക്ക് ആരാധക ഹൃദയങ്ങളിലുണ്ടായിരുന്ന ആ മാന്യതയുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലോകകപ്പിൽ നാണക്കേടിന്റെ ചരിത്രത്തിലാവും 2026 ഈ അർജന്റീന ടീമിന്റെ സ്ഥാനമെന്ന് നിസ്സംശയം പറയാം. വിജയങ്ങൾ മാത്രമല്ല, തോൽവികളിൽ പുലർത്തുന്ന മാന്യത കൂടിയാണ് ഒരു വലിയ ടീമിനെ നിർവചിക്കുന്നത്. മറഡോണയുടെ കാലം മുതൽ പേറിയ ആ പഴയ ചീത്തപ്പേര് ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തോടെ മാറ്റി നിർത്തിയ അർജന്റീന ഈ ഫൈനലോടെ വീണ്ടും പഴയ വിവാദങ്ങളിലേക്ക് തിരിച്ചെത്തിയത് ആരാധകരെ പോലും നിരാശരാക്കുകയാണ്. വരാനിരിക്കുന്ന വിലക്കുകളും ശിക്ഷാ നടപടിയും എന്തുതന്നെയായാലും ഫുട്ബോൾ ചരിത്രത്തിൽ 2026 ഈ നിമിഷം അർജന്റീനയ്ക്ക് മായ്ക്കാനാവാത്ത ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കും.